കുറേ നാളായിട്ട് ചെയ്യണമെന്ന് ഓർത്ത് മടി പിടിച്ച് വേണ്ടെന്ന് വെച്ചൊരു കാര്യമാണ് ഫ്രിഡ്ജ് റീസെറ്റ്. ഒഴിവാക്കി അവസാനം ഫ്രിഡ്ജ് ഗേവ് അപ്പ് ഓൺ മീ. അപ്പോൾ വേറെ ചോയ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. മുടിയൊക്കെ മടക്കി കെട്ടി കുറച്ച് വിനീഗറും ലൈമും ഹോട്ട് വാട്ടറൊക്കെ എടുത്ത് പണി തുടങ്ങി. തേച്ചൊരിച്ച് കഴുകുമ്പോൾ ഐ വാസ് ആക്ച്വലി ഷോക്ക്ഡ് ബൈ ദ എമൗണ്ട് ഓഫ് ഡേർട്ട് ഇൻസൈഡ്. അപ്പോഴാണ് ഞാൻ ഓർത്ത് എത്ര നെഗ്ലക്റ്റ്ഫുൾ ആയിരുന്നു ഞാൻ ഇന്ന്. സോ ഐ മെയ്ഡ് എ പ്രോമിസ് ടു മൈ സെൽഫ്, ഇനി എത്ര ലേസി ആയാലും ഇടയ്ക്കിടയ്ക്ക് ഫ്രിഡ്ജ് ഒന്ന് ക്ലീൻ ചെയ്യുന്നു. ഞാൻ ആലോചിക്കായിരുന്നു, ഈ ഫ്രിഡ്ജിനെ പോലെ നമ്മളും പല ചെറിയ പ്രശ്നങ്ങളൊക്കെ ഇഗ്നോർ ചെയ്യാറില്ലേ? ബിക്കോസ് ഇറ്റ്സ് സോ കൺവീനിയൻ്റ് അല്ലേ? എന്തെങ്കിലും ഒരു വലിയ പ്രശ്നം വരുന്നവരെ വി പുട്ട് ഓഫ് ലുക്കിംഗ് ഇൻ ടു വാട്ട് മൈറ്റ് ബി റോങ്. ഈവൻ നമ്മുടെ റിലേഷൻഷിപ്സിൽ പോലും ഒരു ഫൈറ്റും അത്യാവശ്യം ഡാമേജൊക്കെ കഴിഞ്ഞാണ് നമ്മൾ ചെയ്തതിനെ പറ്റി ഓർക്കുക. ഇപ്പോൾ ഞാൻ ഇത്ര കഷ്ടപ്പെട്ട് ക്ലീൻ ചെയ്യുന്നതിന് പകരം ഇറ്റ് വുഡ് ഹാവ് ബീൻ ഈസിയർ ഇഫ് ഐ റെഗുലർലി ലുക്ക്ഡ് വിത്തിൻ ആൻഡ് ഡിഡ് സം ക്ലീനിങ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇടയ്ക്കൊക്കെ ടേക്ക് എ ലുക്ക് അറ്റ് യുവർ സെൽഫ് ഇൻ ദ റിലേഷൻഷിപ്സ് യു വാല്യൂ. ചെറുതാണെന്ന് വിചാരിച്ച് ഡോണ്ട് ഇഗ്നോർ സ്മോൾ പ്രോബ്ലംസ്. ദ സ്റ്റിൽ പ്രോബ്ലംസ്. പിന്നെ കുറേ അൺഅറ്റൻഡ് ആയിട്ട് ഇരുന്നാൽ ചിലപ്പോൾ അത് വലിയൊരു പ്രോബ്ലം ആവും, ഓൾസോ ഹാർഡ് ടു ഹാൻഡിൽ. So face them now, even if